പാപ്പരായ എഡ്ടെക് സ്ഥാപനമായ ബൈജൂസിന്റെ സ്ഥാപകനും സിഒയുമായ ബൈജു രവീന്ദ്രൻ ഒടുവിൽ മൗനം വെടിഞ്ഞു. ലിങ്ക്ഡിനിൽ ഒരു വൈകാരിക പോസ്റ്റ് അദ്ദേഹം പങ്കുവച്ചു. ഞാൻ ബൈജൂസിന്റെ ബൈജു ആണ് എന്ന് പറഞ്ഞാണ് പ്രസ്താവന ആരംഭിക്കുന്നത്. ഞാൻ നേരത്തെ തന്നെ ഇവിടെ എത്തേണ്ടതായിരുന്നു. പക്ഷെ ഞാൻ കമ്പനി പണിതുയർക്കുന്നതിൽ വ്യാപൃതനായിരുന്നു. പിന്നെ ഞാൻ പണിതുയർത്തുന്നത് നിലനിർത്തുന്നതിൽ ശ്രദ്ധാലുവായി. നിങ്ങളുമായി നേരിട്ട് സംസാരിക്കാൻ ഞാൻ കുറേയായി ആഗ്രഹിക്കുന്നു. പക്ഷെ നീതി നടപ്പാക്കാനും സത്യം ജയിക്കാനും ഞാൻ കാത്തു നിൽക്കുകയായിരുന്നു. ഇന്നെനിക്ക് കാത്തു നിൽക്കാനാകില്ല. ഞങ്ങളുടെ ഓഹരികൾ വിറ്റ് ഞാനും എന്റെ കുടുംബവും വലിയ ലാഭമുണ്ടാക്കിയതായി നിങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷെ അത് കഥയുടെ ഒരു ഭാഗം മാത്രമാണ്. പക്ഷെ എന്റെ കമ്പനിയിൽ നിക്ഷേപിച്ചിരിക്കുന്ന വലിയ തുകകളെ പറ്റി ആർക്കും അറിയില്ല. നിങ്ങൾക്ക് ബൈജൂസ് സൃഷ്ടിച്ച എന്നെക്കുറിച്ചേ അറിയൂ. അതിനായി വീട് വിറ്റിട്ടുള്ള, കുടുംബത്തിന്റെ ഭാവി പണയം വെച്ചിട്ടുള്ള ആളെ അറിയില്ല. ഞാൻ സമ്പാദിച്ചതൊക്കെ ബൈജൂസ് നിലനിർത്താൻ ഇന്നിപ്പോൾ വിറ്റിരിക്കുകയാണ്. നിലനിൽപ്പിന് വേണ്ടിയുള്ള ഈ പോരാട്ടത്തിൽ ഉള്ളതെല്ലാം അപായപ്പെടുത്തുന്ന തരത്തിൽ ഇറങ്ങിയിരിക്കുന്നത് എന്തിന് എന്ന ചോദ്യം ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്. പക്ഷെ അതാണ് ഞാൻ. ഇന്ന് ഞാൻ എന്റെ കുടുംബത്തിനെ ചിന്തിക്കാൻ അപ്പുറമുള്ള ദുരിതത്തിലാണ് അകപ്പെടുത്തിയിരിക്കുന്നത് എന്ന കുറ്റബോധത്തിലാണ് കഴിയുന്നത്. ബൈജൂസിന്റെ ഭാഗമായിരുന്നവർക്ക് നൽകിയ വാഗ്ദാനങ്ങൾ മുഴുവൻ പാലിക്കാൻ കഴിയാത്തതിൽ എനിക്ക് ദുഃഖമുണ്ട്. പക്ഷേ ഈ പാപ്പരത്വത്തിലേക്ക് വഴുതി വീഴാതിരിക്കാൻ ഞാൻ കഴിയുന്നതെല്ലാം ചെയ്തതാണ്. എന്നാൽ ഈ തിരിച്ചടികളെല്ലാം ഒരു വലിയ തിരിച്ചുവരവിനുള്ളതാണ് എന്ന് ഞാൻ കരുതുന്നു. സാധാരണഗതിയിൽ പരാതികൾ പറയാത്ത ആളാണ് ഞാൻ എന്നെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ ചില സാഹചര്യങ്ങൾ തികച്ചും ന്യായരഹിതമാണ്. ഉദാഹരണത്തിന് എനിക്കും എന്റെ ജീവനക്കാർക്കും ചില രേഖകൾ ലഭിച്ചിട്ടുണ്ട്. അത് പ്രകാരം ഞാൻ പൊതുവെ ബഹുമാനത്തോടെ കണ്ടിരുന്ന EY ഇന്ത്യയും ചില വായ്പാ സ്ഥാപനങ്ങളെ പ്രതിനിധീകരിക്കുന്നവരായി അവകാശപ്പെടുന്ന ഗ്ലാസ് ട്രസ്റ്റും ബൈജൂസിനെ സംരക്ഷിക്കാൻ കോടതി നിയമിച്ചിട്ടുള്ള ഒരു റെസല്യൂഷൻ പ്രൊഫഷണലും ചേർന്ന് ബൈജൂസിനെ തകർക്കുകയായിരുന്നുവെന്ന് ആ രേഖകൾ ചൂണ്ടിക്കാണിക്കുന്നു. ഈ തെളിവുകളുടെ ആധാരമാക്കിയുള്ള അന്വേഷണം സത്യം വെളിപ്പെടുത്തുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഈ വിഷയം ഉടൻ തന്നെ ഏറ്റെടുക്കണമെന്ന് ഞാൻ അധികാരികളോട് അപേക്ഷിക്കുന്നു. എന്നാൽ EY ഇന്ത്യ ഈ ആരോപണങ്ങളെല്ലാം നിഷേധിച്ചു. അടിസ്ഥാനമാക്കിയുള്ള പുതിയ ഉൽപ്പന്നങ്ങളുമായി തിരിച്ചുവരുമെന്നും അത് ടെക് എഡ്യൂക്കേഷൻ രംഗത്ത് മാറ്റി എഴുതുമെന്നും ചൂണ്ടിക്കാണിച്ചാണ് ബൈജു രവീന്ദ്രന്റെ കുറിപ്പ് അവസാനിക്കുന്നത്. ഇനി മുതൽ താൻ ഇത്തരത്തിൽ നേരിട്ട് സംസാരിക്കുമെന്നും ബൈജൂസിൽ വിശ്വസിക്കുന്ന എല്ലാവരോടും കരുത്തോടെ അഭിമാനത്തോടെ തുടരാനും ബൈജു രവീന്ദ്രൻ ആവശ്യപ്പെടുന്നു. തെറ്റുകൾക്ക് മാപ്പ് നൽകണമെന്നും കരുത്താർജിച്ച് തിരിച്ചുവരുമെന്നും കുറിപ്പിലുണ്ട്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.